മിക്ക അമ്മമാരുടെയും പരാതിയാണ് എന്ത് കൊടുത്താലും കുഞ്ഞ് ഭക്ഷണം കഴിക്കില്ല, എന്ത് കൊടുത്താലും ഉടനെ തുപ്പിക്കളയും, ആഹാരം കഴിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കഴിപ്പിക്കേണ്ടത്, എല്ലാ അമ്മമാരുടെയും ചോദ്യമാണ്. ഒരു വയസ്സുള്ള കുട്ടി, ഈ ഇടയ്ക്ക് എന്നെ കാണാൻ വന്ന ഒരു അമ്മയുടെ പരാതി എന്ന് പറയുന്നത്, ഒരു വയസ്സുള്ള കുട്ടിയാണ്. രാവിലെ തൊട്ട് അമ്മ പുറകെ നടക്കും, പക്ഷെ ഒട്ടും വാ തുറക്കില്ല. എങ്ങനെയാണ് കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കേണ്ടത്? മിക്ക അമ്മമാർക്കും അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സാകുമ്പോൾ 5 മുതൽ 6 തവണ വരെ കട്ടിയാഹാരം കൊടുക്കാം. പക്ഷെ നാം കൊടുക്കുന്ന രീതി ശരിയാണോ? നമ്മളെല്ലാം കൊടുത്തിട്ട് എന്തുകൊണ്ട് വെയിറ്റ് വയ്ക്കുന്നില്ല? കുഞ്ഞു വാവയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു വയസ്സിന് മുമ്പ് നമ്മൾ ഒരു 6 മാസമൊക്കെയുള്ള സമയം വരെ നമ്മൾ മുലപ്പാലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6 മാസം കഴിയുമ്പോൾ നാം കട്ടിയാഹാരം കൊടുക്കും. കട്ടിയാഹാരം കൊടുക്കുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ശീലിപ്പിച്ച് ഒരു വയസ്സാകുമ്പോൾ കുഞ്ഞിന് ഫാമിലി പോട്ട് ഫീഡിങ് എന്നാണ് പറയുന്നത്. അതായത് വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും കുഞ്ഞിന് കൊടുക്കണം. 6 മാസത്തിനപ്പുറം നമ്മൾ കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 6 മുതൽ 8 മാസം വരെ 2 അല്ലെങ്കിൽ 3 തവണ കൊടുക്കാം. അതിനുശേഷം 3 അല്ലെങ്കിൽ 4 തവണ വരെ കൊടുക്കാം. ഒരു വയസ്സാകുമ്പോൾ 5 മുതൽ 6 തവണ വരെ കട്ടിയാഹാരം കൊടുക്കണം. അപ്പോൾ ആ കട്ടിയാഹാരം കൊടുക്കുമ്പോൾ രാവിലെ എണീക്കുന്ന കുഞ്ഞുവാവയ്ക്ക് ഉടനെ തന്നെ മുലപ്പാൽ അല്ലെങ്കിൽ കുപ്പിപ്പാൽ, അല്ലെങ്കിൽ ചില വീട്ടിലൊക്കെ ആണെങ്കിൽ ചായ വരെ കൊടുക്കുന്ന രീതിയുണ്ട്. അതൊരു തെറ്റായ പ്രവണതയാണ്. രാവിലെ ഒരു 7 മണി 8 മണി സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ എന്താണോ വീട്ടിലുണ്ടാക്കുന്ന പലഹാരം, ഒരു വയസ്സായ കുഞ്ഞാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് കുഞ്ഞിന് വീട്ടിലെ പലഹാരം ശീലിപ്പിക്കുക. പ്രത്യേകിച്ച് കുറുക്കുകൾ കൊടുക്കുന്നതിനേക്കാളും നമുക്കൊരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് വീട്ടിലെ പലഹാരം കൊടുക്കുക. അതിനുശേഷം ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഗ്യാപ്പ്, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു പഴം കൊടുക്കാം. പഴം ആകുമ്പോൾ എളുപ്പത്തിൽ ദഹിച്ചു പോകും. അത് കുഞ്ഞ് അടുത്ത ഭക്ഷണം കഴിക്കാൻ അതിന് ഒരു സഹായകവും. അതിനുശേഷം കുഞ്ഞിനെ കുളിപ്പിച്ചുറങ്ങി ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ഉച്ചത്തെ ഊണ് കൊടുക്കുക. പലരും ചെയ്യുന്നത് നമ്മൾ കുറുക്കായിട്ട് തന്നെയാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട. ചോറാണെങ്കിൽ ചോറ് കൊടുക്കാം. ഇനി അഥവാ കുഞ്ഞ് കുറുക്കേ കഴിക്കുന്നുള്ളെങ്കിൽ അങ്ങനെ കുറുക്ക് കൊടുക്കാം. പക്ഷെ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂറെങ്കിലും ഇടവേള വേണം. പല സ്ഥലത്തും സംഭവിക്കുന്നത്, കുഞ്ഞിന് 10 മണിക്ക് കുളിപ്പിച്ച് നമ്മൾ ഉറങ്ങി എണീറ്റാൽ തന്നെ ഊണ് കഴിക്കുന്നതിന് മുമ്പ് ജ്യൂസ് കൊടുക്കുന്ന പ്രവണതയുണ്ട്. അതൊട്ടും നല്ലതല്ല. നമുക്കൊരു സ്നാക്സിനൊരു സമയമുണ്ട്, ആ സമയത്ത് തന്നെ കൊടുക്കുക. അപ്പം നമ്മൾ 1 മണിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് ഒരു 4-നും 5-നും ഇടയ്ക്ക് അടുത്ത പലഹാരം അല്ലെങ്കിൽ വീട്ടിലെ പലഹാരം നിങ്ങൾക്ക് കൊടുക്കാം. ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നല്ലതല്ല. കാരണം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ മലബന്ധം ഉണ്ടാകാനും, അതുപോലെ തന്നെ മൈദ അത്ര ഒരു നല്ല ആഹാരത്തിന് കുട്ടികളുടെ ആഹാരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതല്ല. അങ്ങനെ ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ വല്ലപ്പോഴും ഒരു 1-2 ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഒട്ടും പ്രയാസമില്ല. അപ്പോൾ 4 മണിക്ക് വീട്ടിലെ പലഹാരം കൊടുക്കുക, കുറുക്ക് കൊടുക്കണമെങ്കിൽ കുറുക്ക് കൊടുക്കാം. അതിനുശേഷം ഒരു 7-നും 8-നും ഇടയ്ക്ക് വീണ്ടും ഒരു 3 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം 7-നും 8-നും ശേഷം വീട്ടിലെ ദോശയോ ഇഡ്ഡലിയോ അതോ കഞ്ഞിയോ എന്താണെന്ന് വെച്ചാൽ ശീലിപ്പിക്കുക. രാത്രി പാല് കൊടുക്കാവുന്നതാണ്. രാത്രി 10 മണിക്ക് കട്ടിയാഹാരം കൊടുത്താലും ഒട്ടും കുഴപ്പമില്ല. ചില കുട്ടികൾ ഉറങ്ങാൻ പ്രയാസം കാണിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഭക്ഷണം കൊടുക്കാൻ. ഇനി ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇടവേളകളില്ലാതെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കരുത്. 1 മണിക്കൂർ ഇടവിട്ട് കൊടുക്കുന്ന ചില അമ്മമാരെ എനിക്കറിയാം. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. കുഞ്ഞ് വെയിറ്റ് വെക്കണം എന്ന് കരുതി നമ്മൾ അമിതമായിട്ട് ഫീഡ് ചെയ്യിക്കുന്ന രീതി ശരിയല്ല. അവന് കളിച്ച് വളരട്ടെ, വിശക്കട്ടെ. വിശക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞ് കളിക്കാനും ആഹാരം ദഹിക്കാനും ഒക്കെ കുഞ്ഞിനെ സഹായമാവും.